നമസ്കാരം. ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ISL ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ചെന്നൈയിൻ എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരങ്ങൾ. പക്ഷേ ഈ സീസണിൽ ആകെ എടുത്തു നോക്കിയാൽ ഇരു ടീമുകളുടെയും അവസ്ഥ പരിതാപകരം എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 18 മത്സരത്തിൽ നിന്നും വെറും 21 പോയിന്റുമായി 8ാം സ്ഥാനത്താണ്. ചെന്നൈയിനാകട്ടെ 18 മത്സരത്തിൽ 18 പോയിന്റുമായി 10ാം സ്ഥാനത്തും. രണ്ടു ടീമുകളുടെയും പല താരങ്ങളുടെയും പ്രകടനം ശരാശരിക്കും താഴെയാണ് ഈ സീസണിൽ. ഏതു നിമിഷവും ഗോൾ വഴങ്ങുന്ന പ്രകൃതമാണ് ഇരു ടീമുകളും സീസണിൽ ഉടനീളം കാഴ്ചവെക്കുന്നത്. ഇരു ടീമുകളും കൊച്ചിയിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത 3 ഗോളിന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു. അതേ വിജയം ചെന്നൈയിലും ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് വിജയിച്ചില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്ലേ ഓഫ് എന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരും. ഇനി ബാക്കിയുള്ളതാകട്ടെ വെറും 6 മത്സരങ്ങൾ മാത്രമാണ്. മലയാളി പരിശീലകൻ പുരുഷോത്തമന് കീഴിൽ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വ്യക്തിഗത പിഴവുകൾ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുകയാണ്. മഞ്ഞക്കാട് കണ്ട ഫ്രെഡി ഇന്നത്തെ മത്സരത്തിൽ കളിക്കില്ല. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11-ൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണ്. 3 തുടർ തോൽവികളുടെ ഭാരത്തിൽ നിന്നും ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ പോയിന്റ് നേടിക്കൊടുത്ത് രക്ഷിച്ചിരുന്നു. ചെന്നൈയിനാകട്ടെ അവസാനത്തെ 5 മത്സരത്തിൽ 1-ൽ പോലും വിജയിച്ചിട്ടുമില്ല. ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.